യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഒരു ധ്യാനത്തിൻ്റെ പരമ്പര തന്നെ നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. ഈ ഒരു പരമ്പരയുടെ അവസാന ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയുവാനും പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങൾ എപ്രകാരമാണ് എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാനും തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ സന്ദേശങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ എങ്ങനെയാണ് രൂപാന്തരം വരുത്തുന്നത് എന്നുള്ള ചിന്ത ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:8 ആസ്പദമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ കടന്നു വരുമ്പോൾ നമ്മളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു എന്നുള്ളതും നാം ചിന്തിക്കുന്നതാണ്. അതിനായി നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. നിങ്ങൾ എൻ്റെ സാക്ഷികളായി തീരും. അതായത് ഒരു വ്യക്തിക്ക് എത്രത്തോളം പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ആ വ്യക്തി കർത്താവ് യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയിലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സംശയാസ്പദമാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ അനന്തരഫലമായി ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാം സാക്ഷികളായി തീരുക എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരോട് നാം യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുക, സുവിശേഷത്തെക്കുറിച്ച് പറയുക, വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക. കർത്താവ് യേശുക്രിസ്തു ഇതിനു മുമ്പ് യോഹന്നാന്റെ സുവിശേഷത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് യേശു പറയുകയുണ്ടായി. അവൻ വന്ന് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും എന്നുള്ളതല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മേൽ വീണ, നമ്മുടെ മേൽ ആവസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സംസാരിക്കുക എന്നുള്ളതാണ്. എനിക്കും നിങ്ങൾക്കും ഈ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ നിങ്ങൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വാസ്തവമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് സംശയം ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് യേശുവിന് സാക്ഷ്യം വഹിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മറ്റുള്ളവർക്ക് ബോധ്യം വരുത്തുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. ഗലാത്യ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം അപ്പോസ്തലനായ പൗലോസ് ഇത് സംബന്ധിച്ച് അവരോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? അപ്പോസ്തലനായ പൗലോസ് ഈ ഗലാത്യയിലുള്ള ആളുകളിൽ അവർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്ന് പറയുകയും അതേസമയം തന്നെ അവരുടെ പ്രവൃത്തികളിൽ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രാപനത്തിൻ്റെ തെളിവുകൾ ഇല്ലാതിരിക്കുമ്പോൾ താൻ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണമാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ന്യായപ്രമാണം അനേക പ്രവൃത്തികളെ ഡിസൈൻ ചെയ്തിരുന്നു. ആ പ്രവൃത്തികൾ ചെയ്തവർക്ക് ദൈവത്തിൻ്റെ നീതി ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അവിടെയുള്ള ചില ആളുകൾ ചിന്തിച്ചിരുന്നത് നമ്മൾ ന്യായപ്രമാണം പറയുന്നത് പോലെ അല്ലെങ്കിൽ ദൈവവചനം പറയുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചാൽ നമുക്ക് ആത്മാവിനെ ലഭിക്കും എന്നുള്ളതാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ മലയാളികളായ നമുക്ക് അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്നവരായ നമുക്ക്, യഹൂദേതരായ നമുക്ക് ന്യായപ്രമാണം ഇല്ല എങ്കിലും നമ്മൾ ഇച്ഛിക്കുന്നതായ കുറച്ച് പ്രവൃത്തികളുണ്ട്. ഇന്ന കാര്യം ചെയ്താൽ നമുക്ക് ദൈവത്തിൽ നിന്നും നീതി കിട്ടും, ഇന്ന കാര്യം ചെയ്താൽ പുണ്യം കിട്ടും,
എന്നൊക്കെ ചിന്തിക്കുന്നതായ ആളുകളുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ ദാനം ഒന്നും തന്നെ നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ ദാനങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട ദാനങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ദൈവം നമുക്ക് നൽകുന്ന രക്ഷയുടെ ദാനം. രണ്ടാമത്, നമ്മളിവിടെ കാണുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന ദാനം. ഒരിക്കൽ ഒരാൾ ഈ പരിശുദ്ധാത്മാവിനെ പണം കൊടുത്തു വാങ്ങുവാൻ അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക് കടന്നു വന്നു. എന്താ സംഭവിച്ചത്? ആ പണത്തോടുകൂടെ അവൻ നശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ദാനവും നമുക്ക് വില കൊടുത്തു വാങ്ങാൻ കഴിയത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിൻ്റെ ഒരു ദാനവും നമുക്ക് വാങ്ങുവാൻ സാധ്യമല്ല. പല ആളുകളും ചിന്തിക്കുന്നുണ്ട്, ഇന്ന കാര്യം ചെയ്താൽ എനിക്ക് രക്ഷ കിട്ടും, ഇന്ന കാര്യം ചെയ്താൽ എനിക്ക് സമാധാനം ലഭിക്കും. നോക്കിക്കേ, നമ്മുടെ ഈ രക്ഷയ്ക്കകത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, നമ്മുടെ സാൽവേഷൻ്റെ അകത്ത്. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ നാം പ്രാപിക്കുമ്പോൾ അതിൽ ദൈവവിഷയ സംബന്ധമായിട്ടുള്ള എല്ലാ ദാനങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മളുടെ ഒരു പ്രവൃത്തി കൊണ്ടും നമുക്ക് ദൈവത്തിൻ്റെ ഒരു ദാനവും വാങ്ങുവാൻ കഴിയത്തില്ല. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എന്താ പറയുന്നത്? വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലാണോ നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രസംഗം, അതായത് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ സന്ദേശം കേട്ടപ്പോഴാണ് നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതെങ്കിൽ അതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ദാനങ്ങൾ ഓരോന്നും നമ്മൾ വാങ്ങുന്നത് വിശ്വാസത്താലാണ്. ദൈവത്തിലുള്ള വിശ്വാസത്താൽ, ദൈവവചനത്തിലൂടെയുള്ള വിശ്വാസത്താൽ. ആ വിശ്വാസത്താലാണ് നമ്മളിതെല്ലാം തന്നെ പ്രാപിക്കേണ്ടത്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് യേശു ക്രിസ്തു ഒരു ഉദാഹരണം പറഞ്ഞിട്ട് യേശു പറയുന്നു, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കും. നമ്മൾ ഈ വായിച്ച വാക്യത്തിൻ്റെ തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നതായ ആ ഉപമ എന്ന് പറയുന്നത്, നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, അവൻ മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? എന്ന് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് 13-ാം വാക്യത്തിൽ പറയുന്നത്. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അതായത് ഒരു മകൻ അപ്പനോട് യാചിക്കുമ്പോൾ കൃത്യമായത് അപ്പൻ അവന് കൊടുക്കുന്നത് പോലെ തന്നെ നാം ദൈവത്തോട് യാചിക്കുമ്പോൾ, വിശ്വാസത്തോട് ദൈവത്തോട് ചോദിക്കുമ്പോൾ, ഒരു മകൻ അപ്പനോട് വിശ്വാസത്താലല്ല ചോദിക്കുന്നത്, എൻ്റെ അപ്പൻ എനിക്കത് വാങ്ങിത്തരും, ഞാൻ പറയുന്നത് എൻ്റെ അപ്പൻ നൽകിത്തരുമെന്നുള്ള ആ വലിയ വിശ്വാസത്താൽ, അതേപോലെ തന്നെ ദൈവത്തിലുള്ള വിശ്വാസത്താൽ നാം പരിശുദ്ധാത്മാവിനെയും ദൈവത്തോട് ചോദിക്കണം. ഈ പരിശുദ്ധാത്മാവിനെ ചോദിക്കുക എന്നുള്ളത് പലർക്കും അത് അത്യന്താപേക്ഷിതമല്ലാതാണ് ഇരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? പരിശുദ്ധാത്മാവിനെ അറിയാത്തതാണ്. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ അവനുണ്ടാകുന്ന ബെനഫിറ്റ്സ്, അവനുണ്ടാകുന്ന പ്രയോജനങ്ങൾ, അവനുണ്ടാകുന്ന നന്മകൾ എന്തൊക്കെയാണെന്ന് ഗ്രഹിക്കാത്തതുകൊണ്ടാണ്. അതിന് നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. ആയതുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങൾ ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ ആ വിജയത്തിനായി, ഇഹലോകത്തിൽ യേശുവിനോടൊപ്പമുള്ള അനുഗ്രഹപ്രദമായ ജീവിതത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ദൈവത്തിൻ്റെ ഒരു ദാനവും പണം കൊടുത്തോ പ്രവൃത്തി കൊണ്ടോ വാങ്ങാൻ കഴിയാത്തതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തോടെ നാം ദൈവത്തോട് യാചിച്ചാൽ തീർച്ചയായിട്ടും ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കും. ഇത് യേശുവിൻ്റെ ആഗ്രഹം കൂടെയാണ്, നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്നുള്ളത്, അതുപോലെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണമെന്നുള്ളത്. അതുപോലെ തന്നെ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന മഹാദൗത്യം ലോകം മുഴുവനും എൻ്റെ സാക്ഷികളായി തരിക, മറ്റുള്ളവരോട് പറയുക എന്നുള്ള കാര്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം പ്രചോദിതമായി തീർന്നേ മതിയാവുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സാക്ഷികളായി തീരുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഒരു ഫുഡ് കഴിച്ചാൽ, നമ്മൾ ഒരു നല്ല ഡ്രസ്സ് എടുത്താൽ, നമുക്കത് പൂർണ്ണമായും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ
നമ്മൾ എത്ര പേരോട് ആ കാര്യം പറയും? കാരണം നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇത് മനുഷ്യ സഹജമായൊരു കാര്യമാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ പലരും സാക്ഷിയാകാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് വേണ്ട വിധം അവർ യേശുവിനെ അനുഭവിക്കാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരാത്തതും പ്രധാനപ്പെട്ട കാരണമാണ്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരും ഈ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുക, ദൈവത്തോട് ചോദിക്കുക. എന്നു മാത്രമല്ല, നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വചനചിന്തകളാൽ ഞങ്ങൾക്ക് ഓരോ ദിവസവും നിറയപ്പെടുവാൻ തക്കവണ്ണം അങ്ങ് സഹായിച്ചതിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഓരോരുത്തരും തങ്ങളുടെ ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം ഏറ്റവും അധികം ആസ്വാദ്യകരമായി തീരുവാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ദിവസങ്ങളൊക്കെയും എന്നെ വളരെ നന്നായി ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവ് യേശു ക്രിസ്തുവിനോടൊപ്പം മുന്നേറാം. ഓരോ ദിവസവും നമുക്ക് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാം. ആയതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ, നിങ്ങളുടെ പ്രചോദനങ്ങൾ ഒക്കെയും ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെയധികം നിർണായകമാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. God bless you all.